ഹായ് ഫ്രണ്ട്സ്, വിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഞാൻ ആദ്യമായി ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. 2025 ആകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് 2025 എങ്ങനെ സാമ്പത്തികമായി മുന്നേറാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ വേണ്ടി പോണത്. ദിസ് ഈസ് വിഫോറസ്, ഞാൻ നിങ്ങളുടെ സ്മിതേഷ്. നമുക്ക് കിടക്കാൻ വീഡിയോയിലോട്ട്. 2025 സാമ്പത്തികമായി മുന്നേറാൻ വേണ്ടി ഞാനൊരു 8 കാര്യങ്ങളാണ് പറയുന്നത്. ആ 8 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ 2025 നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ അധികം മുന്നേറാൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലൈഫിൽ സാധിക്കാത്തതാണ്. ഫസ്റ്റ് തന്നെ നമ്മളൊരു ബഡ്ജറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഫസ്റ്റിലത്തെ കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഓരോ കണക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എഴുതി വെക്കുക, അതുപോലെ തന്നെ ഓരോ ഇൻകം നമുക്ക് ലഭിക്കുമ്പോൾ അത് എഴുതി വെക്കുക. എന്നിട്ട് എല്ലാ മന്തിലും നമ്മൾ ഔട്ട് ഗോയിങ്ങും അല്ലെങ്കിൽ ഇൻകമിങ്ങുമായിട്ടുള്ള ആ ഫിനാൻസ് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കറക്റ്റായിട്ട് ഒതുങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമാന സ്രോതസ്സ് കൂട്ടുവാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എടുത്തു ചാടി ഒന്നിനും ചിലവാക്കാൻ പാടില്ല. അതിൻ്റെ അകത്തൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ഒരു ഫ്രിഡ്ജ് മേടിക്കണം, അല്ലെങ്കിൽ ഒരു TV മേടിക്കണം, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മന്തിൽ, അതായത് ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള ടാർഗറ്റ് വയ്ക്കുക. ആ മാസം 6 മാസത്തിൽ നിങ്ങളൊരു 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ വെച്ച് നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് ഈ ഫ്രിഡ്ജോ TVയോ വാഷിംഗ് മെഷീനോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്ത് ഉപകരണമാകട്ടെ, നിങ്ങൾക്ക് ലോൺ എടുക്കാതെ മേടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ അതാണ് ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്. എടുത്തു ചാടി നിങ്ങൾ ഒരു കാര്യവും മേടിക്കാതെ ആസൂത്രണം ചെയ്ത് മാത്രം മേടിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആഡംബരം ഒഴിവാക്കുക എന്നാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണത്തിന് പോവുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കല്യാണം കഴിപ്പിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട് വയ്ക്കുകയോ, അല്ലെങ്കിൽ കാറ് മേടിക്കുകയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫിനാൻസിൽ ഒതുങ്ങുന്നത് മാത്രമായി ചെയ്യുക. അല്ലാതെ ചുമ്മാ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി ആഡംബരം ഒഴിവാക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഔട്ടിങ് പോവുക, അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അത് മാക്സിമം കുറച്ചാൽ തന്നെ ഇതിൽ ഒരു വരുമാനം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യമാണ്. ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ വളരെ ക്ലെവറായി തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് നമ്മളത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയൊരു കടത്തിലേക്ക് പോവുകയും അതിൽ വളരെയധികം നമ്മൾ അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ വളരെയധികം പലിശയിലേക്ക് പോവുകയും നമ്മൾ വലിയൊരു ക്രെഡിറ്റ് കാർഡ് ട്രാപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ക്ലെവറായിട്ട്. അതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ നമുക്ക് വേണ്ടി വരിക എന്ന് കണക്ക് നോക്കുക. എന്നിട്ട് അത് × 6. സോ ഇപ്പോൾ 10,000 രൂപയാണെങ്കിൽ × 6 60,000 രൂപയാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. സോ ആ 60,000 രൂപ നിങ്ങളൊരു FDയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലോ ഇട്ട് വയ്ക്കുക. സോ നമ്മൾ അത് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നാണ്, ഒരു മെഡിക്കൽ ഇൻഷുറൻസ്. ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വലിയൊരു ഫൈനാൻസ് ആയിട്ടുള്ള ബാധ്യത ഒഴിവാകുന്നതാണ്. ബിക്കോസ് നിങ്ങളത് എന്തെങ്കിലും അസുഖം വന്ന് കിടന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, മെഡിക്കലിൽ വളരെയധികം കോസ്റ്റായിട്ട് കൂടിയിട്ടുള്ള സംഭവമാണ്. സോ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് കവർ ചെയ്ത് പൊക്കോളും. പിന്നെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. SIP അല്ലെങ്കിൽ എന്തെങ്കിലും റിക്കവറി ഡെപ്പോസിറ്റോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. അത് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എമർജൻസി ഫണ്ടും ഇൻഷുറൻസും എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകാവുള്ളൂ. അതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ബഡ്ജറ്റ് ലൈഫിൻ്റെ കേസ്. ആ ബഡ്ജറ്റ് വരുമാനം കൂടുന്ന കാര്യവും കുറയുന്ന കാര്യവും ഒക്കെ പറഞ്ഞായിരുന്നു. സോ നമ്മളൊരു വരുമാന സ്രോതസ്സിനെ മാത്രം നമ്മൾ ആശ്രയിച്ച് ഒരിക്കലും ഇരിക്കരുത്. മിനിമം നമുക്കൊരു ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സ് ഉണ്ടായിരിക്കണം. അത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ 8 കാര്യങ്ങളും 2025 നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ അധികം സാമ്പത്തികമായി മുന്നേറുന്നതാണ്. ഈ 8 എണ്ണം കൂടാതെ 9ാമത്തെ ഒരു അഡീഷണൽ ടിപ്പുണ്ട്. അതായെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് 2025 നിങ്ങളുടെ ഒരു ദുശീലങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടായിരിക്കും. ആ ദുശീലങ്ങൾ സ്റ്റോപ്പ് ചെയ്യണ മണി നിങ്ങൾ എമർജൻസി ഫണ്ടിലോട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് സ്വരൂപിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ദുശീലങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ആ ഫണ്ട് നിങ്ങൾ എമർജൻസി ഫണ്ടിലോട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റും. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. Yeah.